ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു പറയുകയാണ്, മറ്റുള്ളവരോട് പറയുന്നൊരു കാര്യമാണ്. ലോകം പറയും, എങ്ങനെയാ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ക്ഷമിക്കാം, അതിനപ്പുറത്ത് ക്ഷമിക്കാൻ പറ്റുകയോ? എന്നാൽ യേശു പറയുകയാണ്, 7 അല്ല 7 70 പ്രാവശ്യം ക്ഷമിക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനം. ഇത് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച്, ക്ഷമിക്കുക, സ്നേഹിക്കുക എന്ന ഈ വചനത്തെക്കുറിച്ച് കൂടുതൽ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും പലർക്കും സാധിക്കത്തില്ല. കാരണം പല മേഖലകളിൽ നിന്നും മനുഷ്യനെ ഞെരുക്കുന്നുണ്ട്. സമൂഹത്തിൽ ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസമുള്ള പല വ്യക്തികളെയും പല മേഖലകളിലും അവരെ വേദനിപ്പിക്കുന്ന വ്യക്തികളുണ്ട്, നിന്ദിക്കുന്ന വ്യക്തികളുണ്ട്, പരിഹസിക്കുന്ന വ്യക്തികളുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്, സൽപ്പേര് നശിപ്പിക്കുന്നവരുണ്ട്, നുണക്കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ നിന്നും കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുമെല്ലാം പലതരത്തിലുള്ള നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരുമ്പോൾ ഇതേൽക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ അതിഭയങ്കരമായ മനോവേദന, വെറുപ്പ്, അത് പിന്നെ വൈരാഗ്യമായി മാറും, അത് വലിയ ഭയങ്കര വാശിയായി മാറും, ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരും. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതെങ്ങനെയായിരിക്കണം? 7 അല്ല 70 പ്രാവശ്യം. 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കണം. ലോകം പറയുന്നു, വേദനിപ്പിക്കുന്നവരെ തിരിച്ചു വേദനിപ്പിക്കണം. ഇതാണ് ലോകത്തിൻ്റെ ചിന്താഗതി. എന്നാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ചിന്താഗതി അതല്ല. നമ്മുടെ കർത്താവിൻ്റെ ചിന്താഗതിയും പ്രവർത്തനശൈലിയും ഉപദേശങ്ങളുമെല്ലാം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. ഇതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞാൻ ചെന്ന് കഴിയുമ്പോൾ എന്നെന്നും നിങ്ങളോട് കൂടിയായിരിക്കുവാൻ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകും. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ നൽകും. കാരണം പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. പരിശുദ്ധാത്മാവ് സ്നേഹിക്കാൻ പഠിപ്പിക്കും. ദൈവം സ്നേഹമാകുന്നു. ആ പരിശുദ്ധാത്മാവിടെ നമ്മളിലേക്ക് ഒഴുകുന്നതും സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് നിറയുന്ന, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്ന, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത ഒരു വ്യക്തിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇന്ന് പലപ്പോഴും ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ, മറ്റുള്ളവരെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ, അവരോടുള്ള വാശിയും വൈരാഗ്യവും കിടക്കുന്നതിൻ്റെ പേരിൽ പലരും രോഗികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാനസികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായി രോഗാവസ്ഥയിലേക്ക് കടന്നു വരുന്നു. പ്രധാനപ്പെട്ട കാരണം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ക്ഷമിക്കണമെങ്കിലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളെയൊക്കെ പലരും പല തരത്തിലും നമ്മുടെ കുടുംബത്തിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും, ജീവിത പങ്കാളിയിൽ നിന്നും, മക്കളിൽ നിന്നും എല്ലാം തിരസ്കരിക്കപ്പെട്ട അവസ്ഥയുണ്ടാകുമ്പോൾ, പലപ്പോഴും ഹൃദയത്തിൽ വേദനയുണ്ടാകുമ്പോൾ, ആ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറ്റാതെ വരുമ്പോൾ, ആ വ്യക്തികളോട് ക്ഷമിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ക്ഷമിക്കാൻ സാധിക്കും. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരോട് ക്ഷമിച്ച്, അവരെ അനുഗ്രഹിച്ച്, അവർക്ക് നന്മ ചെയ്ത്,
അവരെ സ്നേഹിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, 7 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളെ വേദനിപ്പിച്ചവർ പൂർണ്ണമായും ക്ഷമിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന വെറുപ്പും വിദ്വേഷവും എടുത്തു മാറ്റി സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.